Amen.
മനോഹരമായ രാത്രിയിൽ നമ്മുടെ ഈ നസീഹത്തും ഈ പരിശ്രമവും ഈ ത്യാഗവും ഈ സംഗമവും അല്ലാഹു പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ്, വളരെ വർഷകാലമായി സുന്നത്ത് ജമാഅത്തിന്റെ ആണിക്കല്ല് പോലെ കേരളക്കരയാകെ തന്മയത്വത്തോടുകൂടി ആദർശ വിശ്വസിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ സൈഫുദ്ദീൻ ഹാജി അൽഹംദുലില്ലാഹ് ഇവിടെ വളരെ സരളമായ ലളിതമായ കുറഞ്ഞ വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രാധാന്യമറിയിക്കുന്ന ചില ചിന്തനീയമായ വിഷയങ്ങളെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട് ഈ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ചതെന്ന മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ബഹുമാനായ നജീബ് സാഹിബ് അൽഹംദുലില്ലാഹ് വേദിയിലിരിക്കുന്ന വള്ളക്കടവ് യതീംഖാനയുടെ പ്രസിഡന്റും എന്റെ പ്രിയ സഹോദരനുമായ നാസറുദ്ദീൻ സാഹിബ് ഈ സദസ്സിന്റെ എല്ലാമായി ഇതിനു വേണ്ടി ഓടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് നടക്കുന്ന ഖാജ നാസറുദ്ദീൻ സാഹിബ് സംഘാടക സാധികളെ കർമ്മോത്സവരായ എന്റെ പ്രിയപ്പെട്ട സഖിയർ ഉൾപ്പെടെയുള്ള സൈഫുദ്ദീൻ മാഹീൻ സുലീർ ദസ്തഖീർ മാഹീൻ സാജു സുജ റഊഫ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ചുമലുറുക്കും ഉന്മേഷവാന്മാരുമായ പ്രിയപ്പെട്ട പ്രവർത്തകരെ വളരെ ആവേശത്തോടെ ഈ സദസ്സിൽ തടിച്ചുകൂടിയ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറകിന്റെ താഴെ ജീവിക്കുന്നതിന് അല്ലാഹു തൗഫീഖ് നൽകിയ സ്നേഹസമ്പന്നരും അറിവിന്റെ നിറകുടങ്ങളുമായ പ്രിയപ്പെട്ട ഹാഫിളീങ്ങളെ, ഹിഫ്ളിന്റെ മക്കളെ, മുത്തഅല്ലിമീങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, വളരെ നേരത്തെ ഈ കോരിച്ചൊരിയുന്ന മഴയേക്കാൾ ആവേശത്തോടെ റബീഇന്റെ ഈ സദസ്സിനെ ധന്യമാക്കാൻ ചുമട്ടു തൊഴിലാളി യൂണിയനെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് അവരുടെ പ്രവർത്തനത്തിന് ആവേശം പകരാൻ കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, വള്ളക്കടവിലെ എന്റെ സ്വന്തം നാട്ടുകാരെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വള്ളക്കടവ് പുതിയ പള്ളിയിൽ നിന്ന് മാറിയതിനു ശേഷം ആദ്യമായിട്ട് ഒരു വാതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരികയാണ്. ഡിസംബർ 6 കൊടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചു, പടച്ചവനെ പണി കിട്ടാൻ വേണ്ടി കൊടുക്കുകയാണോ, ഇവരെല്ലാം കൂടെ തിരിച്ച് പണി നേടാൻ വേണ്ടി എന്നെ വിളിക്കുകയാണോ എന്ന് ചിന്തിച്ചു പോയി. കാരണം ഈ വള്ളക്കടവ് ജുമഅത്ത് പള്ളിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു യാത്ര പറയാതെയാണ് പിരിഞ്ഞത്. രാജി കൊടുത്തിട്ടില്ല, പ്രസിഡന്റ് കൂടെ ഉണ്ട്. അങ്ങനെ രാജി കൊടുത്ത് യാത്ര പറഞ്ഞ് പിരിയാൻ പറ്റുന്ന ഒരു പള്ളിയല്ല നമ്മുടെ വള്ളക്കടവ് പള്ളിയും ആ നാടും. അങ്ങനെ രാജി കൊടുത്ത് പിരിഞ്ഞിരുന്നെങ്കിൽ ഈ മഹലിനോട് ഞാൻ ചെയ്തതൊക്കെ ഒരു സേവനമായി പോകും. അതുകൊണ്ട് എന്റെ തിരക്ക് നിങ്ങൾക്കറിയാം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോൾ കൃത്യമായി എത്തലില്ല. അപ്പൊ അതിങ്ങനെ സജീവമാകുമ്പോൾ നമ്മുടെ മഹലിന്റെ നിലനിൽപ്പിനും വളർച്ചകളും മുന്നോട്ടുള്ള പോക്കിലും അതൊരു വിഘാതമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ തന്ത്രപരമായി ഒരു നീണ്ട ലീവ് ആവശ്യപ്പെട്ട് മുങ്ങുകയായിരുന്നു സത്യം പറഞ്ഞു. അതിലെല്ലാവർക്കും വലിയ സങ്കടമുണ്ട്, അമർഷമുണ്ട്, ചിലർക്ക് അതിൽ വളരെ രോഷമുണ്ട്. പക്ഷേ
വള്ളക്കടവുകാരെ സംബന്ധിച്ച് എനിക്കറിയാം, രോഷം വന്നാൽ 1 ദിവസം, സ്നേഹം വന്നാൽ 100 ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ആ 100 ദിവസത്തിൽപ്പെട്ടതായിരിക്കട്ടെ ഇത് എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാനെന്ന മഹലിൽ പോയി മൗലിദിന്റെ പായസം കുടിച്ചു. അൽഹംദുലില്ലാഹ് സിദ്ദീഖാജിയുടെ തീരാരുടെ മക്കളെ കണ്ടു. അതുപോലെ ഈ സദസ്സിന്റെ പ്രിയപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട സഹോദരങ്ങളെ കണ്ടു, സഹോദരിമാരെ കണ്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ബന്ധം, ഈ ആത്മബന്ധം അല്ലാഹുവിന്റെ സ്വർഗ്ഗീയ ലോകം വരെ എത്തുന്നതിന് അല്ലാഹു നിമിത്തമാക്കി തരട്ടെ എന്ന ആമുഖ പ്രാർത്ഥനയോടെ മരണം ഒരു തുടക്കം എന്ന വിഷയം ചർച്ച ചെയ്യാൻ ആരംഭിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യുദ്ധഭൂമിയാണ് യമാമ യുദ്ധഭൂമി. അത് ശ്രദ്ധിക്കപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിനെതിരെ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുപക്ഷത്ത് തടിച്ചുകൂടിയത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനും അനുയായികളുമായിരുന്നു. ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും സാധുക്കളായ ബലഹീനരായ ഈമാനിന്റെ കരുത്തും കഴിവും ചങ്കൂറ്റവും ചങ്കുറപ്പും തന്റേടവുമുള്ള മുസ്ലിം സഹോദരങ്ങളും മറുഭാഗത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അനുയായികൾ വൃന്ദങ്ങളുമായിരുന്നു. മുസ്ലിം സഹോദരങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ സദസ്സിന്റെ മധ്യഭാഗത്തിരുന്നുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ മൂർച്ചയേറിയ ചാട്ടുളി കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് നോക്കിയിരുന്ന് കരയുകയാണ്. സഹാബത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ പക്ഷത്തിരുന്ന് ചാട്ടുളി കയ്യിൽ വെച്ച് കരയുന്ന അവരുടെ അമീറായ നേതാവായ സഹോദരനെ കണ്ടപ്പോൾ അടുത്ത സഹകരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടാളി ചോദിച്ചു, ആവേശത്തോടെ യുദ്ധത്തിന് തീരണിയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ചാട്ടുളി നോക്കി കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഈ ചാട്ടുളി ഇസ്ലാമിക ചരിത്ര പുസ്തകത്തിന്റെ അകത്തിരുന്നൊരിക്കലും വായിച്ചു കളയാൻ പറ്റാത്ത ചാട്ടുളിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉഹദ് യുദ്ധം? ആ സഹോദരൻ പറയുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടോ ഉഹദ് യുദ്ധം? നിനക്ക് ഓർമ്മയുണ്ടോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സുമില്ലാതെ സങ്കടപ്പെട്ടു പോയ ഉഹദിന്റെ ദിനം, സഹാബികളാകെ ആശങ്കപ്പെട്ടു പോയ ഉഹദ് യുദ്ധത്തിന്റെ ദിനം, പ്രവാചകർക്കേറെ വേണ്ടപ്പെട്ടവനായ നന്മയുടെ പരിവൃക്ഷമായി പറഞ്ഞു കൊണ്ടരിച്ച മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീണ ഉഹദിന്റെ യുദ്ധം നിനക്ക് ഓർമ്മയില്ലേ? ആ ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു വീഴ്ത്തിയ ചാട്ടുളിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അയാൾ വഹശിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യമാമ യുദ്ധഭൂമിയിൽ ചാട്ടുളി നോക്കി കരഞ്ഞുകൊണ്ടിരുന്നത് വഹശിയായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ വർത്തമാനം കേട്ട് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മൂർച്ചയുള്ള ചാട്ടുളികളുമായി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു വീഴ്ത്താൻ ശപഥം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുത്ത പരിശീലന സിദ്ധി നേടിയിട്ട് ഉഹദിന്റെ നാഗരത്തിൽ പർവ്വതങ്ങൾക്കിടയിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത് പുറകിലേക്ക്
വഹശിയുടെ മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ടാക്കി. വഹശി ചിന്തിച്ചു, അങ്ങനാണെങ്കിൽ പിന്നെ എന്റെ ഇസ്ലാമിയത്തിന് എന്ത് വിലയാണുള്ളത്? മരണം ഒരു തുടക്കമാണല്ലോ. ഞാൻ മരണപ്പെട്ട് കബറിലും അവിടുന്ന് പരലോകത്ത് വരുമ്പോ എന്റെ മുത്ത് റസൂലിന്റെ ശഫാഅത്തല്ലാതെ രക്ഷയില്ലാത്ത ചുട്ടുകൊള്ളുന്ന പരലോകത്തിന്റെ മണ്ണിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? എന്റെ മുഖത്തേക്ക് നോക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ മനസ്സിൽ കനൽ കോരിയെറിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തിയ സംഭവത്തിന്റെ പേരില് അതിനെ പ്രതിനിധി ചെയ്തില്ലെങ്കിൽ എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം എനിക്ക് വല്ലാത്ത സങ്കടം തരും. അല്ലാഹു പാപം കൊടുക്കാം, അല്ലാഹു തൗബ സ്വീകരിക്കാം. എന്നാലും എനിക്ക് നാളെ പരലോകത്ത് പ്രവാചകന്റെ ഹൗദിന്റെ ഭാഗത്ത് ചെന്ന് നിൽക്കുമ്പോ എന്റെ മുഖത്തേക്ക് നോക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ ആഴമുള്ള, അർത്ഥമുള്ള, വ്യതയുള്ള, വേദനയുള്ള, ബേജാറുള്ള, പ്രയാസമുള്ള, ക്ലേശമുള്ള ആ സങ്കീർണമായ സന്ദർഭങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെന്തുരുകി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പകരം ഈ ചാട്ടുളി കൊണ്ട് തന്നെ ചെയ്യണം എന്ന് വഹശി തീരുമാനമെടുത്തു. ആ ചാട്ടുളിയിൽ നോക്കി കരഞ്ഞിട്ട് അടുത്തു നിൽക്കുന്ന സഹായികളോട് പറയുകയാണ്, ഈ ചാട്ടുളി ഞാനിന്ന് മൂർച്ച കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ പ്രവാചകരെ ഏറെ മനസ്സ് സങ്കടപ്പെടുത്തി വിഷമിപ്പിച്ച് വേദനിപ്പിച്ച മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ എറിഞ്ഞുകൊല്ലാൻ വേണ്ടിയാ. എങ്കിലും എനിക്ക് സമാധാനമാകും, എങ്കിലും എനിക്ക് സ്വസ്ഥത കിട്ടൂ. ഇല്ലെങ്കിൽ എന്റെ മരണത്തിന് ശേഷം ഞാൻ ഒരുപാട് കണ്ണീര് കുടിക്കേണ്ടി വരും. അങ്ങനെ വഹശി ചാട്ടുളി നീക്കി. എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകന്റെ നേരെ എറിഞ്ഞു. യമാമ യുദ്ധഭൂമിയിൽ മുസൈലിമത്തുൽ കദ്ദാബ് കിടന്ന് പിടഞ്ഞു. കൈവെട്ടി കാല് വെട്ടി വലിച്ചെറിഞ്ഞു. എന്നിട്ട് വഹശി ജീവിതത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി സമാധാനത്തോടെ സന്തോഷത്തോടെ വഹശി അന്ന് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ വഹശി ഒരു സ്വപ്നം കണ്ടു. പിറ്റേന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് മഹാനായ വഹശി പറഞ്ഞു കൊടുക്കുകയാ, ഞാനൊരു മനോഹരമായ സ്വപ്നം ഇന്നലെ രാത്രി കണ്ടു. യമാമ യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോയ രാത്രി ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ ഞാൻ കണ്ടത് മനോഹരമായ തോട്ടമാണ്. ആ തോട്ടത്തിൽ ഞാൻ കണ്ട് ആസ്വദിച്ചത് വെള്ളക്കുതിരപ്പുറത്ത് വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് കിടന്നു വരുന്ന ഒരു മനുഷ്യനെയാണ്. ഞാൻ ശ്രദ്ധയോടെ നോക്കി, അല്ലാഹുവേ ആരാണത്? ഒരു പരിചയമുള്ള മുഖമാണല്ലോ. ഞാൻ നോക്കുമ്പോൾ കണ്ടത് അത് മഹാനായ ഹംസത്തുൽ കർറാം. ഉഹദ് യുദ്ധത്തിൽ ഞാൻ വെട്ടിയെറിഞ്ഞ ഹംസ, ഉഹദ് യുദ്ധത്തിൽ കരൾ ചവച്ചരച്ചു പുറത്തു തുപ്പിയ ഹംസ, ഉഹദ് യുദ്ധത്തിൽ ഞാൻ എറിഞ്ഞു വീഴ്ത്തിയ ഹംസ. പ്രവാചകന്റെ മനസ്സ് വല്ലാതെ കടലിരിഞ്ഞു പോയ ദിവസമായിരുന്നു അത്. ആ ഹംസ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തിൽ നിന്ന് കടന്നു വരുന്നത് ആനായ വഹശി സ്വപ്നത്തിലൂടെ കാണുകയാ. ആ ഹംസ റളിയല്ലാഹു അൻഹു വന്നിട്ട് വഹശിയുടെ തോളത്ത് തട്ടിയിട്ട് പറയുന്ന, വഹശി നീ സങ്കടപ്പെടണ്ട, മരണവും കബറും പരലോകവും നിന്റെ മനസ്സിന്റെ അകത്ത് സങ്കടം തീർത്തിട്ട് നീ പൊട്ടിക്കരഞ്ഞ് എന്നെ വകവരുത്തിയതിന് പകരം എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് സങ്കടം കൊണ്ട് നീറിപ്പൊഴിഞ്ഞു പോയ വഹശി, നീ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നിട്ട് കടന്നു കൊണ്ടവനാണല്ലോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ മുസൈലിമത്തുൽ കദ്ദാബിനെ ഒന്നേ വകവരുത്തുമായിരുന്നു. എന്റെ പ്രവാചകന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയവനെ, എന്റെ പ്രവാചകന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയവനെ, എന്റെ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തിയവനെ, പരിഗണിച്ചവനെ ഈ ഹംസ ജീവനോടെ ദുനിയാവിന്റെ മണ്ണിൽ വെച്ചില്ലായിരുന്നോ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് വഹശിയുടെ തോളത്ത് തട്ടിയിട്ട് പറയുകയാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ വഹശി നീ ആയിരിക്കുമെന്ന് ഹംസത്തുൽ കർറാം. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ നീ ആയിരിക്കും. ആരാണ് ഈ പറയുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിക ചരിത്രത്തിന് ഏറെ സംഭാവനകൾ അർപ്പിച്ച മഹാനുഭാവന് വെട്ടിയരിഞ്ഞു കടന്ന വഹശിയും ഹംസയും നാളെ സ്വർഗത്തിൽ ഒരേ കട്ടിലിൽ, ഒരേ വിരിപ്പിൽ, ഒരേ റൂമിൽ, ഒരേ പദവിയിൽ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാകും എന്ന് ഹംസ റളിയല്ലാഹു അൻഹു കൊന്നവനും
കൊല്ലപ്പെട്ടവനും ഒരുപോലെ അള്ളാഹുവിന്റെ റസൂലും സ്വർഗത്തിൽ. ചരിത്രത്തിൽ എവിടെ നമുക്കിത് കാണാൻ പറ്റും? എന്തുകൊണ്ട് രണ്ടാമത്തെ ആളിന് ഈ പദവി കിട്ടി? ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തിയ ആളിന് എന്തുകൊണ്ട് ഈ പദവി കിട്ടി? അയാളുടെ മനസ്സും മരണവും ഖബറും പരലോകവും ഓർത്ത് നീറി മരണത്തോടുകൂടി ജീവിതം ഒടുങ്ങുകയല്ല തുടങ്ങുകയാണ് എന്ന ചിന്ത വഹ്ശിയുടെ മനസ്സിന് വല്ലാത്ത നീറ്റലുണ്ടാക്കി. കാരണം ഞാൻ ചെയ്യുന്നത് വലിയ ഒരു അപരാധമാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മരിച്ചു പോകുമല്ലോ എന്ന പേടിയും ആശങ്കയും മനസ്സിലുണ്ടെങ്കിൽ സാഹിബിന് എല്ലാവിധ ഹൈറും പറഞ്ഞു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഒരുപാട് തിരക്കിനിടയിൽ നിന്നാണ് സൈഫുദ്ദീൻ വിളിച്ചിട്ടുണ്ടോ കൊണ്ടുവന്നത്. വന്നതിൽ വളരെ സന്തോഷം. അമ്മാവ് തന്നെ പ്രതിഫലം തരട്ടെ. ഏറ്റവും പുറകിൽ എന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഫ്രീ ആണല്ലേ? ഉണ്ട്. അപ്പോ ഈ ഏറ്റവും പുറകിൽ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ. ആസിർ സാറിനെ കാണുന്നില്ലേ?
അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മുടെ മനസ്സിനകത്ത് ചിന്ത വരാൻ നമ്മളെ സമ്മതിക്കില്ലല്ലോ. ഇന്ന് മരിക്കാന്ന് പറഞ്ഞാൽ ആരാണ് ഇഷ്ടപ്പെടുക? ആരാണ് ഇഷ്ടപ്പെടുക? 1000ന്റെ നോട്ട് മാത്രം കയ്യിലുള്ളവരാണെങ്കിൽ വിചാരിക്കും ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല, കാരണം അതുകൊണ്ട് ഉപയോഗമില്ലല്ലോ. പക്ഷേ ഇന്ന് മരിച്ചാൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ കുടുംബം, ഇവർക്കൊന്നും പിന്നെ വേറെ ആരുമില്ലല്ലോ. മനസ്സുകൊണ്ട് ചിന്തിക്കും, അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ജീവിതം അതോടുകൂടി പര്യവസാനിക്കുമല്ലോ. പിന്നെ എനിക്ക് ജീവിതമില്ല, പിന്നെ എനിക്ക് ദുനിയാവില്ല, പിന്നെ എനിക്ക് ബന്ധമില്ല, പിന്നെ എനിക്ക് എന്റെ അവസ്ഥകൾ ആകെ മാറി മറിയുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മനസ്സുരുകി ചിന്തിക്കുന്നവർക്കും മരണത്തിനോട് ഇഷ്ടമല്ല. പക്ഷേ ആ മരണത്തിന്റെ ചിന്ത കൽബിൽ കൊണ്ടു നടന്ന വലിയ നേട്ടമാണ്. നബിതങ്ങൾ പറയുന്നു, എപ്പോഴും ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു തോന്നൽ മനസ്സിലുള്ളവർക്ക് അല്ലാഹു 2 സമ്മാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന്റെ ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് 2 സമ്മാനം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാര് വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്. അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്. അവന്റെ ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുക്കുന്നതാണ്. മരണത്തിന്റെ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന 2 സമ്മാനത്തിലൊന്ന്, അവന്റെ ഹൃദയത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവൻ കൊടുക്കുന്നതാണ്. അവന്റെ ഹൃദയത്തിന് റബ്ബുൽ ഇസ്സത്ത് ജീവൻ കൊടുക്കും. നൗഷാദ് ഷമീർ ഇവിടെ വന്നിരിക്കണോ? കൊടുവാ, ഏറുവാ, അവിടെ കിടന്ന് മഴത്തേക്കിട്ടല്ലോ. ചെറിയ നമ്മളെ മഹല്ലുകാരാണ്. 31-ാം തീയതി സ്നേഹസാഗരത്തിന്റെ തിരുവനന്തപുരം ജില്ലയുടെ പരിപാടിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. വള്ളക്കടലിലെ സ്റ്റേജിന് ചെറിയ വിലവൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ താങ്ങാൻ പറ്റും. അപ്പോ ഹൃദയത്തിന് അല്ലാഹു എന്ത് ചെയ്യും? ജീവൻ തരും. ഹൃദയത്തിന് ജീവനില്ലാത്തത് കൊണ്ടാണ് 2 വയസ്സും 3 വയസ്സും 4 വയസ്സുമുള്ള മക്കളെ കൊണ്ടുപോയി ഇന്ന് തട്ടിക്കൊണ്ടുപോകുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിക്കണം. വള്ളക്കടവിൽ ഈ ഗ്രൗണ്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യാത്ര പോകുമ്പോൾ 1.5 വയസ്സും 2 വയസ്സുമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കിടക്കണ കാണാം. കളിക്കാണ്, പന്ത് കളിക്കാണ്. താത്തമാർ ആ വിഷയം ഇനി വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടെ. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് സ്മാർട്ട്നെസ് കൂടുതലാണ് അല്ലേ? എന്റെ വാപ്പ മരിച്ചപ്പോ വള്ളക്കടവ് ജുമാഅത്ത് പള്ളിയിൽ ഞാൻ 2ാമത്തെ ആഴ്ച വന്നപ്പോ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് എന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഇതൊരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു, തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട റിലാക്സ്, എല്ലാം പടച്ചുകൊണ്ട് വിധിയല്ലേ. ആ 4 ദിവസമുള്ളൂ. ഞാൻ വിചാരിച്ച അവനെന്തോ വിഷമം കൊണ്ട് എന്റെ അടുത്ത് വരികയാണ്, പക്ഷെ അവൻ എന്നെ സമാധാനിപ്പിക്കാൻ വന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആവേശം കൂടിയ നമ്മുടെ മക്കൾ അവർ ഈ ഗ്രൗണ്ടിലും ഇവിടെയൊക്കെ കറങ്ങി നടക്കണം. പക്ഷെ ഇപ്പോ വളരെ സജീവമായി ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഘം അധികരിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ 24 കുട്ടികളോടൊപ്പം കേരളത്തിലെ ഒരു മലയാളി ഡോക്ടറെയും കുറച്ച് ആളുകളെയോടെ പിടിച്ചു. ശിശു ക്ഷേമ സമിതിയിൽ 24 കുട്ടികളുണ്ട്. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അവിടെ ചെന്നാൽ അവരുടെ മക്കളെ തിരിച്ചറിയാൻ പറ്റും. ഞാനിപ്പോ ഈ സ്റ്റേജിൽ നിന്ന് ജമാഅത്ത് പ്രസിഡന്റ് സൈമദി രാജിയോട് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു പറഞ്ഞു. വള്ളക്കടവ് മഹല്ല് എല്ലാ ആനുകാലിക വിഷയങ്ങളും ശക്തമായി നിലപാടെടുക്കുന്ന മഹല്ല് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം നമ്മൾ ഗവൺമെന്റിനെ ഏൽപ്പിച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങി പോകുന്നത് കൊണ്ട് ഇത് നിങ്ങൾ സ്വയം ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്റെ മനസ്സ് മൃഗമായി പോയി. ആ മൃഗതുല്യമായ മനസ്സ് ഹറാമിയത്തോടും അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും ചെയ്ത് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മനസ്സിന് ജീവൻ കൊടുക്കണമെങ്കിൽ മഹാനായ മുത്ത് റസൂൽ പറഞ്ഞു, മരണത്തിന്റെ ചിന്ത കൊണ്ടുവരിക. ഞാനൊന്ന് മരിക്കും എന്ന ചിന്ത മനസ്സിന്റെ അകത്തുള്ളവന് ഹറാമ് ചെയ്യാൻ കഴിയില്ല. തന്റെ മുമ്പിൽ വരുന്നവരെ, അയൽവാസികളെ, കുടുംബക്കാരെ, ബന്ധുക്കളെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും അനാവശ്യം പറഞ്ഞു കൊടുക്കാനും അവർക്ക്
വരുന്നതെങ്കിൽ മയ്യത്തിന്റെ കണ്ണ് പുറത്തേക്ക് വരും, മയ്യത്തിന്റെ കൈകാലുകൾ അടിക്കും, ഭയന്ന് വിറച്ചിട്ട് എരിമ പറയാതെ കാഫറായി ചത്തൊടുങ്ങി പോകും. അല്ലാഹുവേ, ആ ഒരവസ്ഥ വരാതെ ഒരു മനുഷ്യനെ അല്ലാഹു കാത്ത് രക്ഷിക്കണമെങ്കിൽ അവന്റെ മനസ്സിന്റെ അകത്ത് എപ്പോഴും മരണത്തിന്റെ ചിന്ത വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് മരിക്കുമോ, നാളെ മരിക്കുമോ, ഇതെന്റെ അവസാനത്തെ പ്രസംഗമാണോ, ഇതെന്റെ അവസാനത്തെ പ്രഭാഷണം കേൾക്കാനാണോ, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണോ എന്ന ചിന്ത ഖൽബിന്റെ അകത്ത് വന്നാൽ അവൻ അല്ലാഹു അവന്റെ മരണത്തെ നേർമയാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ മനസ്സിനൊരു ജീവൻ കിട്ടും. അവിടെ മരണം അല്ലാഹു എളുപ്പമാക്കി തരുന്ന പറഞ്ഞാൽ വേഗം മരിക്കുന്നില്ല. മരിക്കുന്ന സമയത്തെ മുറുക്കവും ഞെരുക്കവും അല്ലാഹു മാറ്റി തരും. മരണത്തിന്റെ ചിന്ത കൊണ്ട് നടന്നാൽ എപ്പോഴും കൊണ്ട് നടക്കണം. പക്ഷേ നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നു, ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഇന്നും ഒരു 10 പ്രാവശ്യം ഞാൻ മരിക്കും എന്നൊരു തോന്നല് വന്നാൽ, ഞാൻ മരിക്കും എന്നൊരു തോന്നല് വന്നാൽ, ഇന്ന് മുതൽ അങ്ങനെ ഒരു തോന്നല് വന്നാൽ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ടങ്ങനെ ചിന്തിക്കാൻ ഇബ്ലീസ് സമ്മതിക്കില്ല. ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് സമ്മതിക്കില്ല. കാരണം എന്തേ? നമ്മൾ അങ്ങനെ ചിന്തിച്ചു നമ്മളൊക്കെ നന്നാവൂലേ, നമ്മളൊക്കെ രക്ഷപ്പെടും. ആകെ മരണത്തെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞത് ഈ മുത്തഅല്ലിമീങ്ങളോട് മാത്രമാണ്. മുത്തഅല്ലിമീങ്ങൾ മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ അവർക്ക് ഹിഫ്ള് പഠിക്കാൻ പറ്റും. മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് കിതാബ് പഠിക്കാൻ പറ്റും. മരണത്തെ കുറിച്ച് അവര് ചിന്തിക്കരുത്. അവര് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മുത്തഅല്ലിമീങ്ങൾക്കുള്ള വലിയൊരു ആനുകൂല്യമാണ്. ബാക്കിയുള്ളവരെല്ലാം രോഗികളും അല്ലാത്തവരും, രോഗികൾക്ക് പ്രത്യേക സുന്നത്താണ് മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ. അപ്പോ അത് കൊണ്ടു നടന്ന 2 ഭാഗ്യം അല്ലാഹു തരും. ഒന്ന്, നമ്മുടെ മനസ്സിന് ഒരു ജീവൻ തരും. ദുഷ്ടം ചെയ്യാൻ തോന്നില്ല, അരാമികതകൾ ചെയ്യാൻ തോന്നില്ല. 2, നമ്മുടെ മരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടുപ്പം കുറച്ച് വളരെ സരളമാക്കട്ടെ. ഇതിനപ്പുറം എന്ത് ഭാഗ്യമാണ് നമുക്ക് വേണ്ടത്? പക്ഷേ നമുക്ക് കഴിയുന്നില്ല. ആ മരണത്തിന്റെ ചിന്ത കൊണ്ട് നടക്കാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് കഴിയുന്നില്ല. ആ മരണത്തിന്റെ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ, തിരുവനന്തപുരം ഷോപ്പിംഗ് മാളിന്റെ ഉള്ളറകളിലൂടെ കടന്നു പോകുമ്പോ സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോ ഞങ്ങളുടെ മനസ്സിന്റെ കത്തിരുമ്പോ മരണത്തിന്റെ ചിന്ത ഓടി ഒളിക്കുകയാണ്. വലിയ പണം കിട്ടുന്ന ഒരു ബിസിനസിന്റെ ചർച്ച വരുമ്പോ ബിരിയാണിയുടെ മേനിക്കൊഴുപ്പിന്റെ മോഹവലയത്തിൽ വീണു പോകുമ്പോ അല്ലാഹുവേ മരണത്തിന്റെ ചിന്ത മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും ബഅദി അയ്യുഫ്തഹ അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീനതിഹാ. ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ദുനിയാവിന്റെ ആഡംബരവും ഭംഗിയും ഇവിടെ തുറന്നു കൊടുക്കുന്ന ഒരു കാലം വരും. ആ കാലഘട്ടത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് എവിടെ ഇറങ്ങിയാലും നമ്മുടെ മനസ്സ് മലിനപ്പെടുത്തുന്ന കാഴ്ചകളാണ്, ചർച്ചകളാണ്, സംസാരങ്ങളാണ്. അതുകൊണ്ടാണ് മഹാനായ റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു സ്വന്തം വീടിന്റെ മുമ്പ് ഖബർ കുഴിച്ചു. മൺവെട്ടി കൊണ്ട് വലിയൊരു ഖബറുണ്ടാക്കിയിട്ട് ആ ഖബറിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുമായിരുന്നു. നാട്ടിലെ ആലിമീങ്ങളെല്ലാവരും ചർച്ച നടത്തി, എന്തിനാണ് റബീയുടെ സ്വന്തം വീടിന്റെ മുമ്പ് ഖബർ വെട്ടിയത്? അല്ലാഹുവേ, പരാതിയുമായി ജനങ്ങൾ റബീ ഇബ്നു ഖൈസമിന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, റബീയെ എന്തിനാണ് നീ ഇവിടെ ഖബർ വെട്ടുന്നത്? അത് മോശമല്ലേ? അത് മരണത്തെ വിളിച്ചു വരുത്തലല്ലേ എന്ന് ചോദിച്ചപ്പോ റബീ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ശരീരം മരണത്തിന്റെ ചിന്ത കൊണ്ട് നടക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ രസങ്ങൾക്ക് വേണ്ടി എന്റെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ വീടിന്റെ മുമ്പ് ഖബർ വെട്ടിയത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഭൗതിക ലോകത്തിനോടൊരു പ്രേമം
തോന്നില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നോട്ടുകെട്ടുകളോട് പണക്കെട്ടുകളോട് സ്നേഹം തോന്നില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്റെ മനസ്സ് ഹറാമിയത്തിലേക്ക് പോകാൻ അനുവദിക്കില്ല. എന്റെ സഹോദരങ്ങളെ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരെങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ജയിന്ത് ചാനലൊരു പ്രിയപ്പെട്ട സഹോദരി കത്തെഴുതിയത്, ഉസ്താദേ ഒരു സംശയമുണ്ട്, എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം, എനിക്കെപ്പോഴും മരണത്തിന്റെ ചിന്തയാണ്, അതൊന്ന് മാറാൻ വേണ്ടി ഒരു ദിക്ർ പറഞ്ഞു തരണം. അത് ശരിയാണോ? യഥാർത്ഥത്തിൽ മരണത്തിന്റെ ചിന്ത വരാൻ വേണ്ടിയാണ് ദിക്ർ ചൊല്ലേണ്ടത്, മരണത്തിന്റെ ചിന്ത മാറാൻ വേണ്ടിയിട്ട്. മരണത്തിന്റെ ചിന്ത മാറ്റുന്നത് അപകടമാണ്. മരണത്തിന്റെ ചിന്ത വേണം. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും എന്നോട് പറയായിരുന്നു, നിങ്ങൾക്കൊരു മയ്യത്തിന്റെ മണമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പഴയ മജ്മയുടെ അത്രയായിരുന്നു പുരട്ടിക്കൊണ്ടിരുന്നത്. അതിന് മയ്യത്തിന്റെ മണം. വള്ളക്കടവിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, കഫം പൊതിഞ്ഞു കഴിഞ്ഞാൽ മജ്മയുടെ അത്ര വില കുറച്ച് കിട്ടും. അതെടുത്ത് ഇങ്ങനെ വാരി മയ്യത്തിന്റെ മുകളിലൂടെ അങ്ങോട്ട് ഒഴിക്കുമല്ലോ. അപ്പൊ ആ അത്ര നല്ല മണമാണ്. മയ്യത്തിന് നമ്മൾ കൂടി അത്ര തന്നെ പുരട്ടണം. എന്തായാലും കവറിൽ പോലെ ഇനിയിപ്പോ എന്തിനാ അല്ലേ, ചത്ത കിളിക്കെന്തിനാ കൂടെന്ന് പറയണ പോലെ എവർക്ക് എന്തിനാണ് ഇനിയിപ്പോ ഈ വിലപിടിപ്പുള്ള അത്തർ എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞെടുത്ത് ഒഴിക്കണ്ട. നല്ല അത്തറോട് കൂടി തന്നെ പോട്ടെ, നല്ല സുഗന്ധം ഉണ്ടാവട്ടെ, കവറിന്റെ അകത്ത് ആ സുഗന്ധം നിലനിർത്തട്ടെ. അത്ര കൊണ്ട് കവറിന്റെ അകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ അതിന് മയ്യത്തിനോടുള്ള കഫംപുതിയിനോടുള്ള ഒരു ആദരവും ഒരു ബഹുമാനവുമാണ്. അപ്പോ സഹോദരിമാർക്ക് അത് ഇഷ്ടമല്ല, സഹോദരങ്ങൾക്ക് ഇഷ്ടമല്ല മയ്യത്തിന്റെ മണം. അതുപോലെ എന്താണ് ഈ മരണത്തിന്റെ ചിന്ത? അതൊരു ശൈത്താൻ കൂടിയതുപോലെയാണ് കാണാം. പക്ഷെ അതൊരു വലിയ അനുഗ്രഹമാണ്, അതൊരു വലിയ അനുഗ്രഹമാണ്. ആ ചിന്ത നഷ്ടപ്പെടാതിരിക്കാനാണ് മഹാന്മാരെ കബർ വെട്ടിയത്. കബറിനെ കുറിച്ചും മരണത്തെ കുറിച്ചും ഒരുപാട് കവിതകൾ എഴുതി പാടിയ മഹാനായ തഴവ ഉസ്താദ് കബർ വെട്ടിയിട്ട് സ്വലാത്ത് ചൊല്ലും. ഒരു ചുടുകല്ലെടുക്കും, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാരിയത്തു സ്വലാത്ത് ചൊല്ലും, ശിഫായിന്റെ സ്വലാത്ത് ചൊല്ലും, താജു സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് ആ ചുടുകല്ല് കബറിന്റെ അകത്ത് ഇറക്കി വെക്കും. അങ്ങനെ ചൊല്ലി സ്വലാത്തു ചൊല്ലി ഊതിയ കല്ലുകല്ല കബറിന്റെ രണ്ടു ഭാഗത്ത് ഇങ്ങനെ കെട്ടിവെച്ചു. അതിന്റെ മധ്യഭാഗത്താണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് കിടന്നുറങ്ങുന്നത്. അല്ലാഹുവേ, ആ ബഹുമാനപ്പെട്ടവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ ആ ഖബറിന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം ഒരു തുടക്കമാണെന്ന് വിശ്വസിച്ചവരാണ്. അവർക്കതിന്റെ ഗൗരവമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മരിക്കുന്നതിനും 40 ദിവസം മുമ്പ് അവന്റെ അടുത്ത് അലൈഹിസ്സലാം കടന്നു വരുമെന്നാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് 40 ദിവസം അവന്റെ 40 ദിവസം മുമ്പ് അവന്റെ മുമ്പിൽ അസ്റായീൽ വരുമെന്നാണ്. അസ്റായീൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കല്ലെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അസ്റായീലിനെ കല്ലെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അസ്റായീലിനെ വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ആവേശം കൊണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ്സത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്നെ അതിനവന് ബന്ധിക്കൂല എന്ന് ഖുർആൻ പറയുമ്പോൾ, അങ്ങനെ ബന്ധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ യൂസുഫ് അലി അബൂദാബിയിലെ പ്രോഗ്രാമിന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ അബൂദാബിയിലെ വൈറ്റ് ടവർ എന്ന് പറയുന്ന ഒരു വലിയ ടവറുണ്ട്. അബൂദാബി ഗവൺമെന്റ് കൊടുത്ത സ്ഥലമാണ്. അവിടെ ഒരു വൈറ്റ് ടവർ എന്ന് പറയുന്ന യൂസുഫ് അലിയുടെ ഒരു വലിയ ടവർ ഉണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് അദ്ദേഹത്തെ കാണാൻ ചൊല്ലുന്നവർക്ക് സമയമുണ്ട്. അദ്ദേഹം അവിടുത്തെ ഗവൺമെന്റിന്റെ അതിഥിയായി ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങൾ അവിടെ പ്രഭാഷണത്തിന് പോയി. അദ്ദേഹത്തിന്റെ റൂമിൽ 1 മണിക്കൂർ ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നപ്പോ ആ സഹോദരൻ പറഞ്ഞു, പണം കൊണ്ട് മരണത്തെ പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ ഉമ്മയെ, എന്റെ വാപ്പയെ, എന്റെ വേണ്ടപ്പെട്ടവരെ മുഴുവനും പണം കൊടുത്തിട്ട് പിടിച്ചു നിർത്തുമായിരുന്നു എന്ന് നിറകണ്ണുകളോടെ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുമ്പോൾ, കഴിഞ്ഞാൽ പിന്നെ വിട്ടുകൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. അങ്ങനെ വിട്ടുകൊടുക്കണ്ടായിരുന്നെങ്കിൽ എന്റെ മുത്തുമോൻ മുസ്താഖ് അഹമ്മദിനെ എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നല്ലോ. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സമയമെത്തുമ്പോ ആരാണെങ്കിലും പ്രിയപ്പെട്ടവരെ കൊടുക്കണം. ഒരു മനുഷ്യന്റെ മുമ്പിൽ
അസ്റായീൽ അവന്റെ മരണത്തിനും 40 ദിവസം മുമ്പ് വരും. 40 ദിവസം മുമ്പ് വന്നിട്ട് അവന്റെ 2 കാതിലും ഒന്ന് പറയും ഒരുങ്ങണം, ഇനി 40 ദിവസമേ ഉള്ളൂ, തയ്യാറെടുക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള കഴിവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിട്ടില്ല. എങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ മരണത്തെക്കുറിച്ച് പറയുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അസ്റായീൽ വന്ന് ഞങ്ങളുടെ 40 ദിവസത്തിന് മുമ്പ് അസ്റായീൽ വരുമ്പോൾ അറിയാതെ ഞങ്ങളുടെ മരണത്തെക്കുറിച്ച് നമ്മൾ തന്നെ പറയും. പക്ഷെ നമ്മൾ അറിയൂല. ഇതിന്റെ മരണത്തെക്കുറിച്ച് ബോധപൂർവം ഞാൻ പറയുന്നതാണെന്ന് അവർക്കറിയില്ല. അറിയാതെ അങ്ങനെ പറയും. പക്ഷേ അയാൾ മരിച്ചു കഴിയുമ്പോൾ ജനങ്ങളൊക്കെ പറയും അതാണ് അയാളെന്ന് അങ്ങനെ പറഞ്ഞത്. സഹോദരിമാര് പറയുമെന്ന് വള്ളക്കടവ് പള്ളി പ്രസംഗത്തിന് വന്നപ്പോ, എന്നാലും റാമില അങ്ങനെ പറഞ്ഞത് അതൊരു ഒടുക്കത്തെ അറം പറ്റുന്ന വാക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും ഐഷ പറഞ്ഞല്ലോ, എടി ഇനി എനിക്ക് വള്ളക്കടവിൽ വാത് കേൾക്കാൻ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വെറുതെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം 40 ദിവസത്തിനകത്ത് അവൾ മരിച്ചു. എന്തൊരു അത്ഭുതമാണ്. കേരളത്തിന്റെ അറിയപ്പെട്ട ഒരു സിനിമാ നടൻ മരണപ്പെട്ടു പോയി ചാലക്കുടിയിൽ. അദ്ദേഹത്തിന്റെ മനോരമയോടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്റെ മരണം കഴിയുമ്പോൾ എന്റെ ശത്രുക്കൾ പോലും പറയും മലയാള സിനിമക്ക് നികത്താനാകാത്ത ഒരു വിടവാണ് സംഭവിച്ചതെന്ന് പറയും. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോ ചിന്തിച്ചില്ല, എന്റെ മരണം എന്റെ അടുത്തെത്തിയിട്ടുണ്ടെന്ന് ചിന്തിച്ചില്ല. എന്റെ അടുത്ത് അസ്റായീൽ വന്ന സൂചന തന്നോ എന്നറിഞ്ഞില്ല. എന്തിനേറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഇതിന്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എത്ര പ്രസംഗത്തിന്റെ തിരക്കുണ്ടെങ്കിലും ഏപ്രിൽ മെയ് വെക്കേഷന്റെ സമയമാകുമ്പോൾ അല്ലാഹുവേ ഒരു 4 ദിവസം ഒരു 5 ദിവസമൊക്കെ എങ്ങനെയെങ്കിലും ഒരു ടൂർ പ്രോഗ്രാം നടത്തുന്ന പതിവുണ്ട്. എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകാം, മക്കളുടെ ആഗ്രഹമല്ലേ, നമ്മളല്ലേ കൊണ്ടുപോകേണ്ടത്. എത്ര തിരക്കുണ്ടെങ്കിലും മക്കളെയും ഭാര്യയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കുടുംബനാഥനാണ്, ഭർത്താവാണ്. വള്ളക്കടവിലെ റഹ്മത്തുള്ളാഹിക്കും സൈഫുദ്ദീൻ ഹാജിക്കും ഒക്കെ അറിയാം. ആ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടായിരുന്നോ നമ്മൾ ഉംറയ്ക്ക് പോയപ്പോൾ, ആ പൊന്നുമോനുണ്ടായിരുന്നോ നമ്മൾ ഉംറയ്ക്ക് പോയപ്പോൾ അവരാണ് അവനെ തവാഫ് ചെയ്യിപ്പിച്ചത്, അവരാണ് അവനെ കൊണ്ടുനടന്നത്, അവരാണ് അവർക്ക് ആവേശം പകർന്നു കൊടുത്തത്. അറബ് വേൾഡിന്റെ നജീബ് ഹാജിക്ക് മറക്കാൻ കഴിയില്ല മുസ്താഖ് അഹമ്മദിന്. പക്ഷെ ഇപ്രാവശ്യത്തെ ഏപ്രിൽ മാസത്തിന് തൊട്ടു മുമ്പ് പരീക്ഷയുടെ സമയമായപ്പോൾ ആ പൊന്നുമകൻ പറഞ്ഞതായിട്ട് എന്റെ ഭാര്യ വന്നു പറഞ്ഞു, ഇപ്രാവശ്യത്തെ ചോറ് എല്ലാ വർഷത്തെയും പോലെ 4 ദിവസവും 5 ദിവസവും മാത്രം പോരാ. ഞാൻ പറഞ്ഞു പിന്നെ പ്രസംഗമൊക്കെ ഒഴിവാക്കിയിട്ടൊരു 10-20 ദിവസം വേണമെന്നും മകന് നിർബന്ധമാണ്. അവൻ ഇതുവരെ അങ്ങനെ നിർബന്ധിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവന്റെ ആ നിറകണ്ണുകളോടുകൂടി അവന്റെ നിർബന്ധം കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം 4 ദിവസം 5 ദിവസം എന്നത് ഒരു 20 ദിവസത്തേക്ക് മാറ്റിയാലോ. അങ്ങനെ പറഞ്ഞപ്പോ എന്തെന്നില്ലാതെ സാധാരണ സമ്മതിക്കുന്നതല്ല. പക്ഷേ ഈ വർഷം ഞാൻ സമ്മതിച്ചു. എന്നിട്ട് എന്റെ പൊന്നുമോൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ അവനെ കൊണ്ടുപോയി. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, അന്ന് മുതൽ 40 ദിവസത്തിനകത്ത് എന്റെ പൊന്നുമോനെ കാട്ടുമുറാക്കൽ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഇറക്കി വെക്കേണ്ടി വരുമെന്നറിഞ്ഞില്ല. നമുക്കെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? 40 ദിവസം മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാം വരുമല്ലോ. നമുക്കറിയാൻ കഴിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്റെ വള്ളക്കടവിൽ വന്നിരിക്കുന്നവരെ നിങ്ങളുടെ മുമ്പിൽ അസ്റായീൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റില്ല, നിങ്ങളെ അറിയാൻ കഴിയില്ല. അറിയാതെ മരണത്തിന്റെ വർത്തമാനങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിലൂടെ പുറത്തു വരും. പക്ഷേ നമ്മൾ മരിച്ചതിന് ശേഷമാണ് ജനങ്ങളത് അറിയുന്നത്. ഈ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു ഒരുക്കവും നടത്തിയില്ല നബിയേ, ഒരു തയ്യാറെടുപ്പും നടത്തിയില്ല, തൗബ ചെയ്തില്ല, എന്റെ മനസ്സിന്റെ പാപക്കറകൾ കഴുകിക്കളഞ്ഞില്ല നബിയേ. അസ്റായീൽ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നബിയേ? എന്റെ വള്ളക്കടവിലിരിക്കുന്ന ചെറുപ്പക്കാരെന്ന് ചിന്തിച്ചു നോക്കുക. ഈ റബീഉൽ അവ്വലിന്റെ മനോഹരമായ 6ാമത്തെ രാത്രിയിൽ അസ്റായീൽ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ
നിങ്ങളുടെ ആത്മാവ് കൊണ്ടുപോകാൻ കടന്നു വന്നാൽ ഇന്ന് വരെ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം എത്രയാണെന്ന് ആലോചിക്കുക. പ്രായപൂർത്തിയായത് മുതൽ പറഞ്ഞ ഫസാദ്, ഗീബത്ത്, മോഷണം നടത്തിയത്, വഞ്ചിച്ചത്, നുണ പറഞ്ഞത്, നിസ്കാരം കളാക്കിയത്, വിഭജിച്ചത്, കണ്ണുകുടിച്ചത്, മൊബൈലിലൂടെ ജിയോ സിം ഉപയോഗിച്ച് ബ്ലൂ ഫിലിം കണ്ടത്, വൈഫൈയിലൂടെ, വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ ഹറാമിയത്തിന്റെ അരങ്ങ് തകർത്ത് ആപം ബാധിച്ചത്. അല്ലാഹുവേ, അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുക. എന്റെ വള്ളക്കടവിലെ പെങ്ങളെ, ഇനി നിങ്ങൾ സീരിയൽ കാണുമെന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് സഹോദരിമാരാണ് എഴുതി ഒപ്പിട്ട് വന്നതില്ല ഉസ്താദെ, നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാ. ഞാനിവിടെ സേവനം ചെയ്യുമ്പോ നിങ്ങൾ എന്ത് ദിക്റ് പറഞ്ഞാലും ദുആ പറഞ്ഞാലും സ്വലാത്ത് പറഞ്ഞാലും അത് മുഴുവനും ഞങ്ങൾ ചെയ്യാം. ഒരുക്കണമെന്ന് പറഞ്ഞ എന്റെ വള്ളക്കടവില് എന്റെ പെണ്ണന്മാരെ പോലെ ഞാൻ കാണുന്ന, എന്റെ ഉമ്മയെ പോലെ ഞാൻ കാണുന്ന, എന്റെ കൂടപ്പുറപ്പുകളെ പോലെ കാണുന്ന ഈ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഈ ലോകത്തിൽ ഒന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ പെങ്ങളെ, നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? എന്ത് ഹൈറാണ് ദുനിയാവിന്റെ മണ്ണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒരു തയ്യാറെടുപ്പും നടത്തിയില്ല. അബൂദർ റളിയല്ലാഹു അൻഹു നിലവിളിക്കുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. ഞാനിപ്പോ മരിച്ചാൽ എന്തൊക്കെ പരസ്പരോട് സമാധാനം പറയണം? ഒന്നോർക്കണം നിങ്ങളെ, തലമറച്ചുകൊണ്ട് വാതിന് വന്നിരിക്കുന്നത് പോലെയല്ല കല്യാണത്തിന് പോകുന്നത്. ഭരതയിട്ടുകൊണ്ട് വനിതാ പഠന ക്ലാസ്സിന് വരുന്നത് പോലെയല്ല ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കണ്ണിറയും, ഇവിടെ വന്നിരിക്കുന്ന പടച്ചവനെന്ന് വിളിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് പടപ്പിറങ്ങുമ്പോ ആ വിളിയും ആ രൂപവും ആ ഭാവവും പിശാച് കവർന്നെടുത്തുകൊണ്ട് പോകുമെങ്കിൽ പെങ്ങളെ, ഇപ്പൊ മരിച്ചാൽ, ഇന്ന് മരിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾ പടച്ചവനോട് പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ പറയും ഉസ്താദേ, ഞങ്ങൾ ആരും ഇപ്പോഴും മരിക്കൂല, ഞങ്ങൾ ആരും ഇപ്പോഴും മരിക്കൂല. ആർക്കാണ് കഴിയുക? അധികാരത്തിന്റെ പവർ കൊണ്ട്, പണക്കൊഴുപ്പിന്റെ, ആൽപ്പനത്തിന്റെ പവർ കൊണ്ട് എന്തെങ്കിലും ഒന്ന് മരണത്തിന് പ്രതിക്രിയയായി ചെയ്യാൻ പറ്റുമെങ്കിൽ തമിഴ്നാടിൽ നിന്ന് കരയേണ്ടി വരില്ലായിരുന്നോ? കഥകളിൽ നിന്ന് പഠിക്കപ്പെടില്ലായിരുന്നോ? പ്രത്യേകം വരുന്ന സഹോദരങ്ങൾ ഹാർട്ട് പൊട്ടിയിട്ട് മരണപ്പെടേണ്ടി വരില്ലായിരുന്നോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണെങ്കിലും ആ സമയമാകുമ്പോ അനക്കമില്ലാതെ ഒന്ന് കിടന്നു കൊടുത്തേ മതിയാവുകയുള്ളൂ. അല്ലാഹു നമുക്ക് ഒരുപാട് അമല് ചെയ്യാനുള്ള ആയുസ് നീട്ടി തരട്ടെ. അല്ലാഹു നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടാനുമുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. ആഫിയത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂദറേ കരയണ്ട, നബിയേ ഒരു പരിഹാരം പറഞ്ഞു തരണം റസൂലേ. എനിക്കൊരു നിവർത്തിയില്ല നബിയേ, എനിക്കൊരു നിവർത്തിയില്ല നബിയേ, എന്റെ മനസ്സ് പൊട്ടിപ്പോവുകയാ നബിയേ, ഒരു പരിഹാരം അവിടെ നിന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ വള്ളക്കടവിൽ സ്വലാത്ത് പറഞ്ഞാൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് ഞാനായിരിക്കും. അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ. ഞാന് നമ്മുടെ പ്രവാചകന്റെ കാർട്ടൂൺ ഉണ്ടാക്കിയ ഒരു പത്രത്തിനെതിരെ, പ്രവാചകനെ വിമർശിച്ച ഒരു സിനിമയ്ക്കെതിരെയൊക്കെ ഇവിടെ പ്രതിഷേധ റാലി നടന്നപ്പോ അന്ന് ജുമുഅ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രതിഷേധ റാലി വള്ളക്കടവ് പള്ളിയുടെ മുൻപ് നിന്ന് തുടങ്ങി സിറ്റിയിലേക്ക് പുറപ്പെട്ടപ്പോ അതിന്റെ മുമ്പ് കണ്ട ആവേശം എന്റെ ജീവിതത്തിൽ കേരളത്തിലെ ഒരു നാട്ടിലും വല്ലാഹി റബ്ബ് സത്യം ഞാൻ കണ്ടിട്ടില്ല. അത് വള്ളക്കടവുകാരെ സുഖിപ്പിക്കുന്നതല്ല, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. നല്ല പ്രായം ചെന്ന എല്ലുന്തിയ കണ്ണൊക്കെ കുഴിയിലേക്ക് വീണ പ്രായം ചെന്ന ഉപ്പാപ്പയായിരുന്നു എന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മുദ്രാവാക്യം തന്നെ പഠിക്കാം, ഏറെ നട്ടുകൊണ്ട് വിളി തന്നെ. അതങ്ങനെ ആവേശമായിട്ട് കത്തിക്കേറാണ്, പ്രവാചക പ്രേമം ഇങ്ങനെ കത്തിക്കേറാണ്. അതിന് നിങ്ങളുടെ നാട്ടിൽ അള്ളാഹു ഒരു വലിയ ഐശ്വര്യം പറക്കത്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇല്ലാതാക്കി കളയാൻ ഒരിക്കലും നിങ്ങളല്ല. ഞാൻ എന്റെ ഇവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ മഹലിന്റെ നന്മയും നമ്മുടെ മഹലിന്റെ ഒത്തൊരുമയും നമ്മുടെ മഹലിന്റെ പക്വതയും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല.
പക്ഷെ ഞാനിവിടെ മഹലിൽ വന്നപ്പോ നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, പേര് ഞാൻ പറയണില്ല, അവന് സങ്കടമാണെങ്കിൽ ഞാൻ ആരാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് മറ്റവനെ ഉദ്ദേശിച്ചത് നല്ല നെത്തോലിക്കറിയും നല്ല കിഴങ്ങും മീന്തലയൊക്കെ വെച്ച് നോമ്പിലൊക്കെ പള്ളി കൊണ്ട് തന്ന് രാത്രി ഒരുമിച്ചിരുന്ന് കഴിച്ച് വലിയ കമ്പനിയൊക്കെ ആയി. അവന്റെ ഗുണ്ടയുടെ പരിപാടിയൊക്കെ നിർത്തി കാതിലൊക്കെ കമ്മലും ഇവിടെയൊക്കെ വയറും ഇവിടെയൊക്കെ ഇതൊക്കെ കെട്ടി അതൊക്കെ മാറ്റി മാറ്റിയിട്ട് വളരെ ആവേശത്തിന് നല്ല ഇബാദത്തും നിസ്കാരവും പള്ളിയിൽ വരലും മൗലിദും സപ്പള ചെയ്യലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ അവരെ ഒരു ദിവസം എയർപോർട്ടിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത് ഹർത്താലിന്റെ പിന്നെ മംഗലാപുരത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹർത്താലായതുകൊണ്ട് ഫ്ലൈറ്റിൽ വന്ന നേരത്തെ വീട്ടിലെത്താലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ പെട്ടിയൊക്കെ ഉരുട്ടി ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ ഒരാൾ വെറുമുടെ കിട്ടുകൊണ്ട് അകത്തോട്ട് കയറി വരാം. ഞാൻ നോക്കി അള്ളാഹു യവനെ സ്വീകരിക്കുമ്പോ ഇത്രയും ആളുടെ കണ്ടാലും പഠിച്ചവരെ ഞാൻ ആരാണെന്ന് പറയാൻ കെട്ടിപ്പിടിച്ചൊരു മുത്തവും ചെവിയൊക്കെ കടിച്ച് ഇതിനെ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിട്ടപ്പോ ആൾക്കാർ വിചാരിച്ച് അവൻ എവിടെ ഉസ്താദ് കൊട്ടേഷനായിട്ട് വന്നതാണ്, ഉസ്താദ് സ്വീകരിക്കാൻ ഇത്രയും നേരം ഇവിടെ വിളിക്കണത് ഇറങ്ങിയെന്ന് വിചാരിക്കും. അവൻ ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷെ എനിക്കറിയാം എന്റെ നല്ലൊരു കൂട്ടുകാരനാണ്. പക്ഷെ വേഷഭൂഷം കണ്ടപ്പോ അവൻ വിചാരിച്ചിട്ട് ഞാനിപ്പോ വരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് ഹർത്താലാണ് ഇവിടെ? ഹർത്താലല്ലേ ഉസ്താദ്, വല്ല ഫോൺ കിട്ടെങ്കിൽ കിട്ടട്ടെന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്നതാ. വണ്ടിയൊക്കെ ആയിട്ട് ഒരു ഓട്ടോ കിട്ടുകയാണെങ്കിൽ കൊള്ളാം എന്നുള്ള രീതിയിൽ വന്നത്. അവരെ വണ്ടി ഒന്നും ആർക്കും തടയാൻ പറ്റൂല, തടഞ്ഞാൽ പിന്നെ തടയില്ല. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബന്ധവും ഒരുപാട് സന്തോഷവുമായ നിമിഷങ്ങളുണ്ട്. എന്റെ എല്ലാ അതിന്റെ മജ്‌ലിസുകളിലും നമ്മുടെ നാടിന്റെ നന്മയും നമ്മുടെ നാടിന്റെ മഹത്വവും നമ്മുടെ ഈ വള്ളക്കടവും മഹലിന്റെ അഭിനയകാംക്ഷികളും ഈ സ്നേഹവും പറയുമ്പോ എന്റെ സദസ്സുകളിൽ ഏറ്റവും അധികം ആവേശത്തോടെ സ്വലാത്ത് ഉയരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ പറയുന്നു. ഈ വള്ളക്കടവിന്റെ മണ്ണിലാണ് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ആ പൊന്നുനൂറിനെ മനസ്സിന്റെ അകത്ത് കരുതിയിട്ട് ഒന്ന് കാണാനുള്ള ആർത്തുകൊണ്ട് കൊതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് റൗഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ കൊണ്ടൊരു മനുഷ്യനെ ഒരുക്കിയാൽ ആ പ്രവാചകന്റെ പരിനീർവത്തിന്റെ പരിശുദ്ധി തോറ്റുപോകുന്ന ആ പ്രകാശത്തിനോട് കിടപെടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സൗന്ദര്യ രാജാവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാനൊരു 3 കാര്യം നിനക്ക് പറഞ്ഞു തരാം. ആ 3 കാര്യം നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടന്നാൽ അബൂദറേ പിന്നെ നീ മരണത്തെ പേടിക്കണ്ട. അബൂദറേ പിന്നെ നിന്റെ ജീവിതത്തിൽ സങ്കടമില്ല. അബൂദറേ പിന്നെ നിന്റെ ജീവിതത്തിൽ നൊമ്പരമില്ല. അബൂദറേ പിന്നെ പരലോകത്ത് നിനക്ക് രക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യം അബൂദർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. ചെയ്യുമോ അബൂദറേ, ചെയ്യുമോ? അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ചോദ്യമാണ് നബിയേ, എന്റെ റൂഹ് പിരിഞ്ഞാൽ ഈ ആകാശ ഭൂമിയിൽ ഇടിഞ്ഞ് തകർന്ന് വീണു പോയാൽ അന്ന് പറയുന്ന 3 കാര്യം ഇനി അബൂദറിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മരണം ഒരു തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന അബൂദറിന് അതൊരു ഉറച്ച തീരുമാനമാണെന്ന് മഹാനായ റസൂലിനോട് അബൂദർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, സുരിൽ ഖുബൂറ, സുരിൽ ഖുബൂറ, സുരിൽ ഖുബൂറ, ഖബർ സന്ദർശനം നടത്തണം. നമ്മുടെ വാപ്പയുടെ, ഉമ്മയുടെ, മക്കളുടെ, കുടുംബക്കാരുടെ അല്ലെങ്കിൽ ആരുടെയുമല്ല പള്ളി പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച മരിച്ച ഒരാളുടെ ഖബർ അടുത്ത് പോയി അസ്സലാമു അലൈക്കും യാ ഹബീബ് ഒരു ഫാത്തിഹ ഓതി അല്ലാഹുവിന്റെ മയ്യിദിന് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. ഖബർ സന്ദർശനം നടത്തുന്ന ഒരു പതിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മരണത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സഹായം ചെയ്യും, നിങ്ങൾക്ക് വലിയ ആശ്വാസം തരും. ഖബർ സന്ദർശനം നടത്തുക, സിയാറത്ത് നടത്തുക. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നമ്മൾ നടത്തണം. നമ്മുടെ വാപ്പയുടെ ഖബർ നാം പോയി കണ്ടിട്ട് എത്ര നാളായി വാപ്പച്ചിയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട്, ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് എത്ര നാളായി, നമ്മുടെ കുടുംബക്കാരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് എത്ര നാളായി ചിന്തിച്ചിട്ടുണ്ട്? ആ പതിവ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണം.
ഒരുപാട് മയ്യത്തുകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് വള്ളക്കടവ് കേന്ദ്ര മഹലിൽ. ആ പള്ളി തന്നെ വിശാലം, ആ പള്ളി തന്നെ ഭയാനകരം. അവിടെ പരിശുദ്ധ റമദാനിന്റെ 27-ന് നമ്മൾ ഇവിടെ നിന്ന് യാത്രയായി പോയി. രാത്രിയിൽ അവിടെ ഞാനന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ ദറസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ മരണം നടന്നപ്പോൾ അവിടുത്തെ ഉസ്താദ്, ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ, സംഘാടകരൊക്കെ വന്ന് ദുആരുന്നു. മനസ്സിന് അതൊക്കെ വല്ലാത്ത നേട്ടവും സന്തോഷവുമാണ്. ആ പള്ളിക്കകത്ത് നിൽക്കാൻ എന്തൊരു മനസ്സിന് അതൊരു കുളിർമയാണ്. ആ പരിശുദ്ധ പള്ളിയും അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തും നമ്മൾ അന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ റമദാനിൽ ദുആ വെക്കുന്നു. റമദാനിൽ മാത്രം 27-ാം രാവിലെ മാത്രം അങ്ങനെ ദുആ ചെയ്താൽ പോരാ. വാപ്പ ചൊവ്വാഴ്ചയാണ് മരിച്ചതെങ്കിൽ വെള്ളിയാഴ്ച ജുമഅക്ക് പോകുന്ന മകനോട് ഇരിക്കുന്ന ഉമ്മ റൂമിന്റെ അകത്തിരുന്നുകൊണ്ട് സങ്കടത്തോടെ പറയും, മോനെ മോനെ, നീ പോയിട്ട് വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടേ പള്ളി കയറാവൂ. സിയാറത്ത് കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നിട്ട് സിയാറത്ത് കഴിഞ്ഞിട്ടേ എന്റെ അടുത്തേക്ക് വരാവൂ. ഉമ്മ കണ്ണീരോടുകൂടിയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പം മകനും കരഞ്ഞുകൊണ്ട് പറയുന്നു, മറക്കില്ല ഉമ്മ, മറക്കില്ല. ഒന്നാമത്തെ വെള്ളിയാഴ്ച. രണ്ടാമത്തെ വെള്ളിയാഴ്ച ഉമ്മ പറയാൻ മറന്നു. മോൻ ചോദിക്കും, ഉമ്മ അവിടെ കവർ ചെയ്യാറുണ്ട്. അവനെ മറന്നുപോയി, മോനൊന്നും ചെയ്യണം, മറക്കരുത് കേട്ടോ. മൂന്നാമത്തെ വെള്ളിയാഴ്ച ഉമ്മായും മറക്കും, മോനും മറക്കും. പള്ളി വരുമ്പോ ആൾക്കാരുണ്ട്, അവിടെ കവർ ചെയ്യാറുണ്ട്. മറന്നുപോയി, അൽഹംദുലില്ലാഹ്. അഞ്ചാമത്തെ വെള്ളിയാഴ്ച ഈ പറഞ്ഞവനും മറക്കും, മോനും മറക്കും, ഉമ്മായും മറക്കും. ആറാമത്തെ വെള്ളിയാഴ്ച ആ കവറിന്റെ തൊട്ട് മുമ്പ് വേറെ 3-4 കവറുകൾ വരും. അപ്പൊ എന്റെ അടുത്ത് കൂട്ടുകാർ ഇപ്പൊ വാപ്പാടെ കവറിലൊന്നും പോകലില്ലേ? അവിടേക്ക് വേറെ കവറൊക്കെ വന്നിട്ട് ഇനി നമ്മളെ ചവിട്ടി കയറി ചെന്ന് ഏതെങ്കിലും കൊത്ത കവറിനകത്തോട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ വാപ്പാക്കൂട്ടൊന്നും മതിയാലും മതിയല്ലോ, ഒന്ന് കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞു അകന്നകന്നു. അതാണ് മനുഷ്യൻ. എല്ലാരും മറക്കും. നിങ്ങൾ പറയും, അങ്ങനെ ഉസ്താദ് പറയണ പോലെ ലാഘവത്തോടെ എന്റെ മക്കൾ എന്റെ കവറ് കാണില്ല, എന്റെ മക്കൾ എന്റെ കവറിനകത്ത് ചങ്ക് പൊട്ടിക്കറിഞ്ഞ് ദ്വാരക്കും എന്ന്. എപ്പോ? മരിച്ചതിന്റെ അന്ന് നിങ്ങൾക്ക് ദ്വാരക്കം മക്കൾ മാത്രമല്ല, എല്ലാവരും ഉണ്ടാവും. നിസ്കരിക്കാൻ വേണ്ട എല്ലാവരും ദ്വാരക്കും. അന്ന് മക്കളുടെ പ്രാർത്ഥനയല്ല. അതിനുശേഷം എത്ര ദിവസം ചെയ്യും? അതിനുശേഷം എത്ര കാലം ചെയ്യും നിങ്ങളുടെ മക്കളുടെ മക്കൾ? നമ്മളൊക്കെ ഈ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്. ഭർത്താവ് മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഈ ഭാര്യ നിലവിളിച്ചിട്ട് പറയും, പൊട്ടിക്കരഞ്ഞിട്ട് പറയും, അല്ലാഹുവേ എന്റെ പൊന്നാരിക്കാരെ കൊണ്ടുപോവല്ലേ. സെബുദ്ദിയാജി പറയുന്നു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറെ കാലം കൊണ്ട് പറയില്ലേ, നമുക്ക് ഈ മയ്യത്ത് കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെക്കാൻ തീരുമാനിച്ച താത്ത പറയും, അതാണ് വെറുതെ പറഞ്ഞതാ, ഞാൻ അങ്ങനെ ഒരു ആവശ്യത്തിന് പറഞ്ഞ കൊണ്ടുപോണേ, വേഗം കൊണ്ടുപോകണം. അങ്ങനെ തന്നെ പറയുള്ളൂ. ഇവിടെ ഇരിക്കട്ടെ ഒരു പൊന്നുമോളും പറയൂല. ഭർത്താവ് എത്ര തങ്കക്കട്ടിയാണ്, ഇക്ക, കരളെ, മുത്തേ, പത്തേ എന്നൊക്കെ വിളിച്ചാലും ഈ വാക്ക് തന്നെ പെണ്ണു പറയുള്ളൂ. എന്നെ കൂടി കൊണ്ടുപോകണേ എന്ന് വിളിക്കുന്ന ചില സഹോദരിമാർ, എന്നെ കൂടി കൊണ്ടുപോകണേ എന്ന് വിളിക്കും. അപ്പൊ ഉസ്താദ് പറയും, എന്താ ഒരു വണ്ടി എടുത്തിടേ, അതാത്ത ഒരുമിച്ച് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ താത്ത പറയാ, വെറുതെ പറഞ്ഞതാണേ, എല്ലാരും പറയണമെന്ന് പറഞ്ഞത്, അതാണ് ഞാൻ പറയല്ലേ എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റും? ആരും കൂടെ പോവാനാ? അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്ന് അവിടെ വെക്കുമ്പോ അല്ലാ, നമ്മളത്ര ഓടി ദുനിയാവില് എത്ര കഷ്ടപ്പെട്ടു. 10,000-ന്റെ നോട്ട്, അല്ലാഹുവേ 1000-ന്റെ 10 നോട്ട് മാറാൻ വേണ്ടി എത്ര മണിക്കൂർ ക്യൂ നിന്ന് രാത്രി ചെയ്ത